ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പ്രൊമോയിൽ ബാലേന്ദ്രനെ കാത്തിരിക്കുകയാണ് ബബിയും കൃഷ്ണമോളും. അച്ഛൻ ഇങ്ങ് വന്ന അച്ഛൻ ഒരു സ്വൈര്യം കൊടുക്കത്തില്ല അമ്മ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അല്ല സീനിയർ വൈജയന്തിയെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ ജൂനിയർ വൈജയന്തി എന്ന്. അന്നേരം ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുവാണ് കേട്ടോ ബബി. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ വന്ന് കയറുമ്പോൾ തന്നെ ഇവരെ കാണുന്നു. ഇവരെയും കൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ, അവിടുത്തെ വിശേഷങ്ങളും സംസാരിച്ച്. അന്നേരം വൈജയന്തി വരുന്നു. അന്നേരം ബാലേന്ദ്രനോട് ചോദിക്കും, എവിടെയായിരുന്നു ഇത്രയും ദിവസം? അവളുടെ കൂടെ പോയതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രനും ദേഷ്യം പിടിക്കും കേട്ടോ, അങ്ങനത്തെ ഒരു വർത്താനം കേൾക്കുമ്പോൾ. നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ആരുടെയെങ്കിലും കൂടെ പോയിട്ടാണോ വരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും വൈജയന്തിക്കും ദേഷ്യം പിടിക്കുകയാണ്. വൈജയന്തി തിരിച്ചു ചോദിക്കും, അതെന്താ ബാലേന്ദ്ര അങ്ങനെ ഒരു വർത്താനം എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്ര പറയും, ഓരോരോ കാര്യങ്ങൾ മനസ്സിലൊതുക്കി നടക്കുന്നത് ഞാനല്ലല്ലോ എന്ന്. പിന്നെ ഞാനാണോ എന്നങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ ദേഷ്യം പിടിച്ച് ഒന്നും മിണ്ടാതെ മേലോട്ട് കയറിപ്പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വൈജയന്തി നിർത്തുന്നൊന്നുമില്ല. ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെ അവസാനിക്കുമോ എന്ന്. ഇവിടേക്ക് വരുന്നതിലും ഭേദം അവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് വയ്ക്കും, ആരെ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്? ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് പോയതല്ലേ അമ്മ, പിന്നെ ആരെങ്കിലും വിളിച്ചോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്? അച്ഛൻ്റെ സ്ഥാനത്തെ ഞാനായിരുന്നെങ്കിലേ ആ ഗേറ്റിന് ഇങ്ങോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് പറയുമ്പം വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അതും പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി അലീനയെ വിളിക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. അലീന അവിടുന്ന് പോയതും സ്റ്റാൻലിയുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്നും അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ വൈജയന്തിയുടെയും സ്റ്റാൻലി ജോസഫിൻ്റെയും മകളാണെന്ന്. അതും കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഭയമാണ്. കാരണം അമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ ഭയങ്കര ആയിരുന്നല്ലോ, ഇനി അച്ഛൻ്റെ അടുത്തേക്ക് വന്നാൽ അതിനെക്കാട്ടും വലിയ കലഹമായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അലീന അത് ചിരിച്ച് തള്ളുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഔതക്കുട്ടീനെയാണ്. ഔതക്കുട്ടി ഇങ്ങനെ കൃഷിസ്ഥലത്ത് ഓരോ പണിയെടുക്കുന്ന നേരത്ത് ഫോണിൽ അലീന വന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഒരാൾ. അതും കേട്ട് ഞെട്ടലോടെ നിൽക്കുവാണ്. അന്നേരം മറ്റൊരാൾ പറയുന്നുണ്ട്, ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥയായിരിക്കും. ഇത് നിങ്ങളെ കുട്ടിച്ചനെ വിളിച്ച് പറ, കുട്ടിച്ചൻ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാതിരിക്കത്തില്ല. ഇപ്പൊ തന്നെ അത് ചെയ്യുന്നതാ നല്ലതെന്ന്. പക്ഷെ നമ്മുടെ ഔതക്കുട്ടി ഉണ്ടല്ലോ നേരെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അലീനയെ കാണാൻ വേണ്ടിയിട്ട്. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ കഴിഞ്ഞ്.